പരിസരവാസികളുടെ പോലും എതിർപ്പ് മറികടന്നാണ് പരവൂർ ക്ഷേത്രത്തിൽ കമ്പക്കെട്ട് നടന്നത്. അപകട സാധ്യതകളും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. രേഖാമൂലം പരാതി നൽകിയ തനിക്കു നേരെ ഭീഷണി പോലും ഉണ്ടായിരുന്നുവെന്ന് പരിസരവാസിയായ പങ്കജാക്ഷി പറയുന്നു. ജില്ലാ ഭരണകൂടത്തിന് പങ്കജാക്ഷി പരാതി നൽകിയതോടെയാണ് വെടിക്കെട്ടിന്റെ തീവ്രത പുറത്തറിയുന്നത്. അസഹനീയമായ പ്രകമ്പനമാണ് മത്സരക്കമ്പക്കെട്ട് വേളയിൽ ഉണ്ടാകുന്നതെന്ന് ഹൃദ്രോഗി കൂടിയായ പങ്കജാക്ഷി പറയുന്നു. പക്ഷേ എനിക്ക് 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ടുള്ളതാണ്. ആ വിവരങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. എല്ലാം സഹിച്ച് നമ്മളതിനകത്ത് ഞാൻ ഈ സൗണ്ട് കേൾക്കാതിരിക്കാൻ ചെവിയിലെല്ലാം ഇത് വെച്ചിട്ടുണ്ട്. അതും എടുത്ത് വെച്ചും കൊണ്ട് അതിനകത്തങ്ങ് കിടക്കും, ഇരിക്കും ഒരു ചെയറിൽ. പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പങ്കജാക്ഷിക്കും കുടുംബത്തിനും ഭീഷണിയും നേരിടേണ്ടി വന്നു. 2 പേരും കൂടെ വന്ന് ഇത് ആ പൊക്കം കുറഞ്ഞ ആൾ ഈ പേപ്പറങ്ങ് വലിച്ചു കീറി കളഞ്ഞ്. അപ്പോഴും ഞാനിവിടെ നിൽക്കുകയായിരുന്നു. അങ്ങോട്ട് വന്ന് ഇതാ ഈ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിന്നും കൊണ്ട് എന്നെ ഇത്രയും ചീത്ത വിളിച്ച് പറയാൻ കൊള്ളത്തില്ല വിളിച്ച് ഞാൻ അന്തം വിട്ടു പോയി. ഇതെന്തിങ്ങനെ? അപ്പോഴേ മോള് ഇങ്ങോട്ട് വന്ന് അങ്ങനെ ഇയാൾ ഒന്നങ്ങോട്ട് പോയി, മറ്റേ ആൾ വന്ന് പിടിച്ചങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് അയാളെ കൈ വെട്ടും വെച്ച് വീണ്ടും വന്ന് പിന്നെയും ഇതേപോലെ കുറേ ചീത്ത വിളിച്ച്. ദുരന്തത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പങ്കജാക്ഷിയുടെ പ്രതികരണം ഇങ്ങനെ: നമ്മൾ അവസാന നിമിഷത്തിൽ ഒരു ഭയങ്കര ഇത് വന്ന് വീണാണ് ഇത് അത്രയും തകർന്നത്. മരിച്ചവരുടെ കൈ വരെ ഈ ഷീറ്റ് മുകളിൽ വീണ് കിടന്നു. എന്നുവെച്ചാൽ വാട്ടർ ടാങ്ക് പൊട്ടി വഴിയിൽ വീണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അനിയന്ത്രിതമായി നടക്കുന്ന കമ്പക്കെട്ട് കാരണം പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് പോലും ആലോചിച്ചിരുന്നതായി പങ്കജാക്ഷി പറഞ്ഞു. അൽ അമീൻ, മീഡിയ 1, കൊല്ലം.